ഭർത്താവിനെയും കുഞ്ഞിനെയും അച്ഛനെയും എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന എന്റെ അവസ്ഥ ഗിരിയേട്ടൻ ചൂഷണം ചെയ്യല്ലേ ചെയ്തേ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഗിരിയേട്ടൻ എന്തിനാ എന്നോട് കൂടുതൽ അടുത്തത്? എന്റെ കൂടെ കിടക്ക പങ്കിട്ടപ്പോ ഭാര്യയെ ചതിക്കാണെന്ന് ഗിരിയേട്ടന് തോന്നിയില്ലേ? നിർത്ത. കൊറേയായി ഞാൻ കേൾക്കുന്നു. എന്റെ മോനൊരു അബദ്ധം പറ്റിയതാ, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ അവന് ജീവിതകാലം മുഴുവൻ വേട്ടയാടാൻ ഞാൻ സമ്മതിക്കില്ല. ഗിരിയേട്ടനത് വെറൊരു അബദ്ധമാണ്. പക്ഷെ എനിക്കത് അങ്ങനെയല്ല. ഗിരിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന ആ നിമിഷം മുതൽ ഞാൻ വിശ്വസിച്ചിരുന്നത്. എടി, ഇവൻ അച്ഛനാകാൻ പോവാ, എന്നിട്ടും ഇങ്ങനെ നാണമില്ലാതെ ഇവന്റെ പുറകെ നടക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? മഞ്ജു പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ എല്ലാവരും അവളെ സഹിക്കുന്നത്? അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, അവളുടെ അച്ഛനോടുള്ള വൈരാഗ്യം കാരണം അമ്മ അവളെ ഒരുപാട് വെറുത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ അവളൊരു പേരക്കുട്ടിയെ തരുന്നുള്ളതുകൊണ്ടല്ലേ അമ്മ അവളോട് ക്ഷമിച്ചത്. ഗിരിയേട്ടന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയല്ലേ ഇതിനെക്കുറിച്ച് ഞാൻ മഞ്ജുവിനോട് പോലും പറയാത്തത്. മഞ്ജുവിനെ പോലെ ഭാര്യയുടെ പദവിയൊന്നും ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. ഗിരിയേട്ടന്റെ മനസ്സിൽ ചെറിയൊരു സ്ഥാനം അത്രമാത്രം എനിക്ക് വേണ്ടു. അതുപോലെ എനിക്ക് തന്നൂടെ? ഗിരിയേട്ടൻ എന്നെ നാട്ടുകാരുടെ മുന്നിൽ അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എന്നെ തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ടല്ലേ അമ്മയും മഞ്ജു കുറെ പറഞ്ഞിട്ടും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരുന്നത്. ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധം കാരണമാ ഞാൻ നിന്നെ പുറത്താക്കാത്തത്. എനിക്കെന്റെ കുടുംബമാ വലുത് പ്രീതി. നടന്നതില്ല ഒരു ദുസ്വപ്നം പോലെ മറക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് നടന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ മഞ്ജുവിനെ ചതിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. അതിനെന്തിനാ ഡെലിവറി വരെ കാത്തിരിക്കുന്നേ? ഇപ്പോഴേ സത്യമെല്ലാം പറഞ്ഞൂടെ? അത് കുഞ്ഞിനെ ബാധിക്കില്ലേ? ഇനിയെങ്ങാനും നിന്നെ പോലെ അവൾക്ക് ഇവനോട് തോന്നുന്ന ദേഷ്യം കുഞ്ഞിനോട് തീർത്താലോ? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടിയല്ലേ അവളെ സഹിക്കുന്നത്? കുഞ്ഞുണ്ടായതിനു ശേഷം മഞ്ജു ദേഷ്യത്തിൽ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയാലും നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. അമ്മ പറഞ്ഞതിന് ആ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല.